യൂറോ വ്ളോഗ്സ് ഫാമിലിയിലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കവാടം കടന്നു പോകുന്നത് ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഇതിങ്ങനെ കുറേ ദൂരമുണ്ട്, ഒരു കുന്നിൻ്റെ മുകളിലാണ്. കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാലാണ് ഇത് കാണാൻ പറ്റുക. ഈ സ്ഥലത്തെ പറ്റിയിട്ട് രണ്ടുപേരും നിങ്ങളോടിപ്പോൾ സംസാരിക്കും. അതൊന്ന് നിങ്ങൾ കേൾക്കട്ടോ, എന്നിട്ട് ഇത് കാണാൻ പാടും. What do you think of Florence? Excuse me? Florence, Italy. ബാലന് അറിയാൻ വഴിയില്ല. ഫ്ലോറൻസിൽ ആർണോ റിവർ സൈഡിലെ സൺസെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക്. ദ ഫുഡ്, ദി ആർട്ട്, ദ ഫാഷൻ, ദ വൈൻ. രാഹുൽ, ആർണോ റിവർ സൈഡിലെ സൺസെറ്റിനേക്കാളും റൊമാൻറ്റിക് ആയ സൺസെറ്റ് ഫ്ലോറൻസിലുണ്ട്. പിയറ്റ്സാലെ ദി മൈക്കലാഞ്ചലോ. രാഹുലിന് അറിയാൻ വഴിയില്ല. മൈക്കലാഞ്ചലോയുടെ പേരിലുള്ളൊരു സ്ക്വയറാണ് സൗത്ത് ഓഫ് ദി സിറ്റി. ഫ്ലോറൻസിലെ ഏറ്റവും ബ്രെത്ത് ടേക്കിംഗ് വ്യൂസും അവിടെ നിന്നാണ്. ദ സൺ, ദി ആർട്ട്, ദ വൈൻ എല്ലാം അവിടുത്തെ കഴിഞ്ഞുള്ളൂ ഫ്ലോറൻസിൽ. അതെ, ഇപ്പം നമ്മുടെ DQ സംസാരിച്ച മൈക്കലാഞ്ചലോ സ്ക്വയറിലാണ് നമ്മളുള്ളത്. ഫ്ലോറൻസിൽ വന്നവരാരും ഇവിടെ വരാതെ പോകാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരുപക്ഷെ എൻ്റെ ക്യാമറയിൽ അത്ര നന്നായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളത് നേരിട്ട് കാണുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്, ഭയങ്കര രസം. അത് സൺസെറ്റാണ് അതിലും ഭംഗിയായിട്ടുള്ളത്. ഇവിടുന്ന് തന്നെ നമുക്ക് ആർണോ റിവറിൻ്റെ ക്രോസ് ചെയ്യുന്ന ആ പാലവും ഒക്കെ കാണാം. അവിടെ 2 പാലമുണ്ട്. ഒരു പാലം പഴയതാണ്. ആ പാലത്തിൽ ബിൽഡിങ്സ് ഒക്കെയുള്ള പാലമാണ്. വീടുകളും ബിൽഡിങ്ങും ഒക്കെയുള്ള ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ 2 സൈഡും ബിൽഡിങ്സാണ്. അങ്ങനെയാണ് ആ പാലം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണുന്നത് അവിടുത്തെ കത്തീഡ്രലാണ്, ഫ്ലോറൻസ് കത്തീഡ്രലാണ്. പിന്നെ പാലസുകൾ കാണാം. അങ്ങനെ പല വ്യൂസും കാണാം. ഇത് ഈ ദൂരെ കാണുന്നതാണ് ആർണോ റിവറും അതിൻ്റെ പാലവും. ആദ്യം കാണുന്നത് പഴയ പാലമാണ്. അതിനപ്പുറത്ത് കാണുന്നത് പുതിയ പാലമാണ്. അങ്ങനെയാണ്. അവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റ് കാണാം. പക്ഷേ ഇവിടെ നിന്നാൽ അവിടെയുള്ളതും കൂടെ കാണാം. അതാണ് ഈ വ്യൂവിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ശില്പമുണ്ട്. ഈ ശില്പത്തിൻ്റെ പേരാണ് ഡേവിഡ്. മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ആളുടെ ഏറ്റവും ഫേമസ് ശില്പമായിരുന്നു ഇത്. 1504 കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ശില്പം. ഇതിൻ്റെ ഒറിജിനലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.17 മീറ്റേഴ്സാണ്. അപ്പോൾ ഈ ഫ്ലോറൻസിൻ്റെ ഒരു സൗത്ത് സൈഡിലാണ് ഈ മൈക്കലാഞ്ചലോ സ്ക്വയർ ഉള്ളത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു പനോരമിക് വ്യൂ ആണ്. ഫ്ലോറൻസിൻ്റെ കംപ്ലീറ്റ് സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇത് ശരിക്കും മൈക്കലാഞ്ചലോ സ്ക്വയർ എന്ന് പറയുമെങ്കിലും മൈക്കലാഞ്ചലോ ആയിട്ട് ഇതിനാകെ കൂടെ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോയുടെ വളരെ പ്രശസ്തമായ ഡേവിഡ് എന്ന് പറയുന്ന ഈ ഒരു ശില്പത്തിൻ്റെ ഒരു കോപ്പി അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. 1869 ജുസേപ്പെ പോഗി എന്ന ആർക്കിടെക്റ്റാണ് ഈ മൈക്കലാഞ്ചലോ സ്ക്വയർ നിർമ്മിച്ചിട്ടുള്ളത്. അന്ന് റിനോവേഷൻ നടക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. ഫ്ലോറൻസിൻ്റെ സൗത്ത് സൈഡിൽ ആർണോ റിവറിനോട് ചേർന്നിട്ടുള്ള വാക്ക് വേയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു കുന്നാണ്, വളരെ വലിയൊരു കുന്നാണ്. ആ കുന്നിങ്ങനെ തട്ടായിട്ട് തിരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ കയറുന്ന കണ്ടല്ലോ. അപ്പം നമ്മൾ കയറിയ ഭാഗത്ത് കൂടെ അല്ല നമ്മൾ ഇറങ്ങുന്നത്, നമ്മൾ വേറെ വഴി കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പം ആ ഇറങ്ങുന്ന സൈഡിൽ ഇപ്പം നമ്മൾ ചെല്ലുന്നത് നേരെ സിറ്റിയിലേക്കാണ്, ഡയറക്റ്റ് സിറ്റിയിലേക്കാണ് ചെല്ലുന്നത്. അതിൻ്റെ 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള കവാടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആർണോ റിവറിൻ്റെ ബാക്ക് സൈഡാണ് ആ കാണുന്നത്, നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെയാണ് ഫ്ലോറൻസിൻ്റെ കത്തീഡ്രലും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം ഈ വഴി നമ്മൾ താഴേക്ക് പോകുമ്പം ഇവിടെ ഫൗണ്ടെയിൻസ് ഉണ്ട്. ഈ ഫൗണ്ടെയിൻ എന്ന് പറയുന്നത് 3 തട്ടായിട്ട് തിരിച്ചിരിക്കുക. ഗ്രീഷ്മ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. ഈ ഫോട്ടോയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണാം. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, അതിൻ്റെ അകത്തുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ്. താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫൗണ്ടൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്ലോറൻസിൽ വരാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. മൈക്കലാഞ്ചലോ സ്ക്വയർ കാണാതെ നിങ്ങൾ പോകരുത്. നിങ്ങൾ വേറെ എന്ത് മിസ് ചെയ്താലും ഇവിടെ മിസ് ചെയ്യരുത്. ഈവനിങ്ങിൽ നിങ്ങൾ വരിക, നിങ്ങൾ വന്ന് ഇവിടുത്തെ സൺസെറ്റ് ആസ്വദിക്കുക. ഒരു
പ്രത്യേക ഒരു റിലീഫ് കിട്ടും നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്കും. നല്ല മനോഹരമായ ഫൗണ്ടനാണ്. ഏകദേശം ഒരു ഓഷ്യൻ തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ട അവിടെ ഒരു ശംഖിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട് മുകളിൽ. ഇതിങ്ങനെ ഇത്ര തട്ടുകളായിട്ട് ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ്. അതായത് ഓരോ റോഡിൻ്റെ ഓരോ തട്ടിലും ഒരു ഫൗണ്ടൻ വെച്ചിട്ട് ഉണ്ട്. അതും എല്ലാം ഒരേ ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാം, ആസ്വദിക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. യൂറോപ്പിൻ്റെ തനത് രീതിയിലുള്ള വിഷ്വൽസാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ യൂറോപ്പിൽ ജീവിച്ച് സഞ്ചരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. 1-2 ദിവസത്തെ പരിപാടിയല്ല. നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോസാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ കൾച്ചർ, അവരുടെ നഗരത്തിൻ്റെ ഭംഗി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.